പോലീസിനായി വാങ്ങിയ ബോഡി വോൺ ക്യാമറയിൽ അടിമുടി അഴിമതി നടന്നതായ ആക്ഷേപം. സംസ്ഥാനത്ത് വിതരണം ചെയ്ത 310 ക്യാമറകളും പ്രവർത്തനരഹിതമായിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല. ക്യാമറ വാങ്ങിയതിന് ചിലവായ തുകയുടെ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. 2018 പോലീസുകാർക്ക് യൂണിഫോമിൽ ഘടിപ്പിക്കുന്ന ബോഡി വോൺ ക്യാമറയ്ക്ക് വേണ്ടി കരാറിൽ ഏർപ്പെടുന്നത്. പോലീസുകാരുടെ പ്രവൃത്തി സുതാര്യമാക്കുകയെന്ന വാദമുയർത്തിയാണ് 1 കോടി രൂപ മുടക്കി 310 ക്യാമറകൾ വാങ്ങിയത്. പക്ഷേ 1 മാസം തികയും മുൻപേ മിക്കവരും അത് മടക്കി നൽകി. കുറച്ചു സമയം ഘടിപ്പിക്കുമ്പോൾ നെഞ്ചിൽ ചൂട് തട്ടുന്നുവെന്നായിരുന്നു പരാതി. ക്യാമറ വാങ്ങിയതിൽ അടിമുടി അഴിമതി നടന്നുവെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകളാണ് പുറത്തുവന്നത്. ആദ്യഘട്ടത്തിൽ 50 ക്യാമറ വാങ്ങാൻ 29,99,560 രൂപയാണ് ചിലവായത്. പിന്നീടുള്ള 130 ക്യാമറ വാങ്ങാനും ചിലവായത് 29,95,200 രൂപയെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു. എന്നാൽ പിന്നീട് വാങ്ങിയ 130 ക്യാമറ വാങ്ങാൻ 39,55,295 രൂപയും ചിലവായി. അതായത് 10 ലക്ഷം രൂപ അധികം നൽകേണ്ടി വന്നുവെന്നാണ് രേഖകൾ പറയുന്നത്. യാതൊരു പൈലറ്റ് സർവേയും നടത്താതെയാണ് ക്യാമറ വാങ്ങിക്കൂട്ടിയതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. 50 എണ്ണം വാങ്ങിക്കുന്നതിന് 29,99,000 രൂപയാകുമ്പോൾ അടുത്ത 130 എണ്ണം വാങ്ങിക്കാൻ ഏകദേശം 29,55,000 രൂപയാവുന്നു. വീണ്ടും അടുത്ത 130 എണ്ണം വാങ്ങിക്കുമ്പോൾ അത് 10 ലക്ഷം രൂപയും കൂടി 39,51,000 രൂപയാകുന്നു. അതായത് ശരാശരി ഒരേ സ്പെസിഫിക്കേഷൻ വരുന്ന ബോഡി വോൺ ക്യാമറകളിൽ 59,000 രൂപ മുതൽ 23,000 രൂപ വരെ വെച്ച് വ്യത്യാസം കാണിക്കുന്നു. 2018 കരാർ എഴുതിയെങ്കിലും സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ക്യാമറ വിതരണം ചെയ്തപ്പോൾ 2024 കരാർ പ്രകാരം ക്യാമറയുടെ വാറന്റി 3 വർഷമാണ്. അത് കരാർ ഒപ്പിട്ട 2018 മുതൽ കണക്കുകൂട്ടുകയും ചെയ്തു. പകരം ക്യാമറ വാങ്ങിയ കമ്പനിയുമായി വാർഷിക അറ്റകുറ്റപ്പണി കരാറിൽ ഏർപ്പെട്ടതുമില്ല. അതിനാൽ കേടാകുന്നവ നന്നാക്കാൻ കഴിയാതെ വന്നു. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായിരിക്കെയാണ് ഇവ വാങ്ങിയതെന്ന ന്യായത്തിൽ പോലീസ് ആസ്ഥാനത്തെ ഉന്നതരെല്ലാം ക്യാമറ വിഷയത്തിൽ ഇപ്പോൾ കൈമലർത്തുകയാണ്. ന്യൂസ് മലയാളം, കൊല്ലം.